Welcome back to our science class. Today we will study the 14th chapter of Standard 6 Science, that is water. This is your 14th chapter, water. Okay. In this chapter, we are going to discuss about how much water do we use and what are the sources of water. The different sources of water are oceans, rivers, tube wells, sea, springs. Okay, so let us read them in detail. We know that apart from drinking, there are so many activities for which we use water. Do you have an idea about the quantity of water we use in a single day? അതായത് നമുക്ക് കുടിക്കാൻ മാത്രമല്ല നമ്മൾ വാട്ടർ ഉപയോഗിക്കുന്നത്, നമ്മുടെ മറ്റുള്ള ആവശ്യങ്ങൾക്കെല്ലാം നമ്മൾ വാട്ടർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം നമ്മൾ എന്തുമാത്രം ക്വാണ്ടിറ്റി ആയിരിക്കും വാട്ടർ യൂസ് ചെയ്യുന്നത്? അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടോ? How much water do we use? List all the activities for which you use water in a day. Some activities are listed in table 14.1. Make a similar table in your textbook. അതായത് ഇതിനകത്ത് ഒരു ടേബിൾ തന്നിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ. ഓക്കെ, എസ്റ്റിമേഷൻ ഓഫ് ദ എമൗണ്ട് ഓഫ് വാട്ടർ യൂസ്ഡ് ബൈ യുവർ ഫാമിലി ഇൻ എ ഡേ. അതായത് നിങ്ങളുടെ ഫാമിലി ഒരു ദിവസം ഉപയോഗിക്കുന്ന വാട്ടറിൻ്റെ ഒരു എസ്റ്റിമേഷനാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. ദ ഫസ്റ്റ് ആക്ടിവിറ്റി ഡ്രിങ്കിങ്ങിന് എമൗണ്ട് ഓഫ് വാട്ടർ യൂസ്ഡ്, അതാണ് ഈ നെക്സ്റ്റ് കോളം തന്നിരിക്കുന്നത്. അതെത്രയാണെന്ന് എഴുതുക. അതുപോലെ ബ്രഷിങ്, ബാത്തിങ്, വാഷിംഗ് യൂട്ടൻസിൽസ്, അതുപോലെ വാഷിംഗ് ക്ലോത്ത്സ്, ടോയ്ലറ്റ്സ്, ക്ലീനിങ് ഫ്ലോർ, എനി അതറിനകത്ത് നമുക്ക് വാട്ടറിങ് പ്ലാന്റ്സ് ഇതൊക്കെ കൊടുക്കാം. ടോട്ടൽ വാട്ടർ യൂസ്ഡ് ഇൻ എ ഡേ ബൈ എ ഫാമിലി. ഇത് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിലോട്ടൊന്ന് എഴുതുക. ഓക്കെ, അതുപോലെ തന്നെ ക്യാൻ യു എസ്റ്റിമേറ്റ് ദ എമൗണ്ട് ഓഫ് വാട്ടർ യൂസ്ഡ് ബൈ യു ഫോർ പേഴ്സണൽ ക്ലീൻലിനെസ് ഇൻ എ ഡേ. ഒരു ദിവസം നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വാട്ടറിൻ്റെ എമൗണ്ട് അത് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ, വേർ ഡു വി ഗെറ്റ് വാട്ടർ ഫ്രം? നമുക്ക് എവിടെ നിന്നാണ് നമ്മുടെ ആവശ്യത്തിനുള്ള വാട്ടർ കിട്ടുന്നത്? What are the sources of water? We have discussed some of the sources of water. Where does the water come from? Okay, ഏതൊക്കെയായിരിക്കും വാട്ടർ സോഴ്സസ്? നമുക്കറിയാം, റിവേഴ്സ്, പോൺസ്, ലേക്സ്, ട്യൂബ് വെൽസ്, സീ, സ്പ്രിങ്സ്, ഇതെല്ലാം വാട്ടർ സോഴ്സസ് ആണ്. വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ ഓഷ്യൻസ്, റിവേഴ്സ്, ട്യൂബ് വെൽസ്, അതുപോലെ സീ, സ്പ്രിങ്സ്, ഇതെല്ലാം വാട്ടറിൻ്റെ സോഴ്സസ് ആണ്. ഓക്കെ, ഡു യു നോ ദാറ്റ് about 2/3 of earth is covered with water? നമുക്കറിയാം, നമ്മുടെ ഭൂമിയുടെ 1/2 ഭാഗവും എന്താണ്? വാട്ടറാണ്. മോസ്റ്റ് ഓഫ് ദിസ് വാട്ടർ ഇൻ ഓഷ്യൻസ് ആൻഡ് സീസ്. അതായത് ഈ ഭൂരിഭാഗം വെള്ളവും എവിടെയാണ്? ഇത് ഓഷ്യനിലും സീയിലുമായിട്ടാണ് ഈ 2/3 വാട്ടർ ഉള്ളത്. ഓക്കെ, the water in the oceans and the seas have many salt dissolved in it. The water is saline, so it is not fit for drinking and other domestic, agricultural and industrial needs. You might have heard the famous lines of the poem Rime of Ancient Mariner, written by S.T. Coleridge in 1798. Water, water everywhere, nor any drop to drink. അതായത് വെള്ളം സർവത്രം, കുടിക്കാനൊരു തുള്ളി വെള്ളമില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, നമ്മുടെ എർത്തിൻ്റെ 2/3
എർത്തിൻ്റെ 2/3 എന്ന് പറയുന്നത് വാട്ടറാണ്. പക്ഷേ ഇതെവിടെയാണുള്ളത്? സീയിലും ഓഷ്യൻസിലുമാണ്. ഇറ്റ് ഈസ് നോട്ട് ഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. ഇത് നമുക്ക് കുടിക്കാനായിട്ട് പറ്റുമോ? ഇല്ല. ബിക്കോസ് ദ വാട്ടർ ഇൻ ദ ഓഷ്യൻ ആൻഡ് സീസ് ഹാസ് മെനി സോൾട്ട്സ് ഡിസോൾവ്ഡ് ഇൻ ഇറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് സലൈൻ. സോ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് വാട്ടർ സൈക്കിൾ, ഡിസപ്പിയറിംഗ് ട്രിക്ക് ഓഫ് വാട്ടർ. വാട്ടർ സൈക്കിളിനെ കുറിച്ചാണ്. അതിനകത്ത് ഫസ്റ്റ് ഡിസപ്പിയറിംഗ് ട്രിക്ക് ഓഫ് വാട്ടർ. ഓക്കെ, how many times have you noticed that the water disappears from wet clothes as they dry up? നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, നമ്മൾ നനഞ്ഞ തുണി വെയിലത്തിടുമ്പോഴത്തേക്ക് അതിൽ വാട്ടർ ഡിസപ്പിയർ ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരിക്കും. വാട്ടർ ഡിസപ്പിയേഴ്സ് ഫ്രം വെറ്റ് ക്ലോത്ത്സ് ആസ് ദേ ഡ്രൈ അപ്പ്. ഓക്കെ, വാട്ടർ ഫ്രം വെറ്റ് റോഡ്സ്, റൂഫ് ടോപ്സ് ആൻഡ് ഫ്യൂ അതർ പ്ലേസസ് ഓൾസോ ഡിസപ്പിയേഴ്സ് ആഫ്റ്റർ ദ റെയിൻസ്. അതുപോലെ തന്നെ ഈ മഴ പെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഈ വാട്ടർ ഡിസപ്പിയർ ആവും. എങ്ങോട്ടാണ്? വേർ ഡസ് ദിസ് വാട്ടർ ഗോ? എങ്ങോട്ടാണ് ഈ വാട്ടർ പോകുന്നത്? ഓക്കെ, ഡു യു റിമെമ്പർ ദ ആക്ടിവിറ്റി 6 in chapter 5 in which water with salt dissolved in it was heated? അതായത് നമ്മൾ ചാപ്റ്റർ 5 പഠിച്ചതാണ്. സോൾട്ട് വാട്ടർ ചൂടാക്കുമ്പോഴത്തേന് അതിലെ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്തു പോകും, സോൾട്ട് അവിടെ കാണും അല്ലേ? This activity gives us an idea that on heating water changes into its vapor. അതായത് ചൂടാകുമ്പോഴത്തേക്കിന് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് അത് ഏത് ഫോമിലോട്ട് മാറും? വാട്ടർ വേപ്പർ ഫോമിലേക്ക് പോകും. അങ്ങനെയാണ് ഈ തുണികളിലെ വെള്ളമൊക്കെ പോകുന്നത്. ഓക്കെ, we also realize from this activity that water vapor does not carry any the salt with it. പക്ഷേ ഈ വാട്ടർ വേപ്പറിന് ഈ സോൾട്ടിനെ ക്യാരി ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ടാണ് അവിടെ ആ സോൾട്ട് വന്നത്. ഓക്കെ, വാട്ടർ വേപ്പർ സോ ഫോംഡ് ബിക്കം എ പാർട്ട് ഓഫ് ദ എയർ ആൻഡ് കനോട്ട് യൂഷ്വലി ബി സീൻ. ഈ വാട്ടർ വേപ്പർ നമ്മുടെ എയറിൻ്റെ ഒരു ഭാഗമായി മാറുന്നതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റാത്തത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ആക്ടിവിറ്റി 2. During the daytime, the sunlight falls on the water in oceans, rivers, lakes and ponds. The fields and other land areas also receive sunlight. As a result, the water from all these places continuously changes into vapor. However, the salt dissolved in the water are left behind. Okay, അതായത് ഡേ ടൈമിൽ സൺലൈറ്റ് ഓഷ്യനിലും റിവറിലും ലേക്സിലും പോൺസിലും ഒക്കെയുള്ള വാട്ടറിൽ പതിക്കുന്നുണ്ട്. During daytime, the sunlight falls on the water in oceans, rivers, lakes and ponds. The fields and other land areas also receive sunlight. As a result, the water from all these places continuously changes into vapor. അതായത് നമ്മൾ പറഞ്ഞ ഈ റിവേഴ്സിലെ ലേക്സിലെയൊക്കെ വാട്ടറിൽ സൺലൈറ്റ് പതിക്കുന്നതുകൊണ്ട് ഈ വാട്ടർ വേപ്പർ ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, the water vapor gets continuously added to air. Okay, evaporation of water is a slow process. That is why we really notice its loss from a bucket full of water. In sunlight, evaporation takes place faster. On heating water on a burner, its evaporation takes place even faster. Okay, അതായത് ഡേ ടൈമിൽ ഈ ലേക്സിലും ഓഷ്യൻസിലും റിവേഴ്സിലും ഒക്കെയുള്ള വാട്ടറിൽ സൺലൈറ്റ് പതിക്കുന്നതുകൊണ്ട് അത് ഇവാപ്പറേറ്റ് ചെയ്ത് വാട്ടർ വേപ്പർ ഫോമിലേക്ക് പോകുന്നു. ഓക്കെ, വാട്ടർ വേപ്പർ ഗെറ്റ് കണ്ടിന്യൂസ്ലി ആഡഡ് ടു എയർ. ഈ വാട്ടർ വേപ്പർ നമ്മുടെ എയറുമായിട്ട് ആഡ് ചെയ്യുന്നു. ഓക്കെ, ലോസ് ഓഫ് വാട്ടർ ബൈ പ്ലാന്റ്സ്. ഓക്കെ, ലോസ് ഓഫ് വാട്ടർ ബൈ പ്ലാന്റ്സ് നിങ്ങളെല്ലാവരും ഇത് പഠിച്ചിട്ടുള്ളതാണ്. ലോസ് ഓഫ് വാട്ടർ ബൈ പ്ലാന്റ്സ്. ഓക്കെ,
loss of water by plants. You have learned in chapter 7 that plants need water to grow. Plants use a part of this water to prepare their food and retain some of it in their different parts. Remaining part of this water is released by the plants into air as water vapor through the process of transpiration. What is transpiration? Transpiration കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് transpiration എന്ന് പറഞ്ഞാൽ? The loss of water molecules in the form of water vapor through the holes present in the leaves, stomata. That is called transpiration. What is transpiration? The loss of water molecules in the form of water vapor. അതായത് പ്ലാന്റ്സിലുള്ള വാട്ടർ വേപ്പർ ഫോമിൽ നഷ്ടപ്പെടുക. ലീവ്സിൻ്റെ ഹോൾസ് ആയ സ്റ്റൊമേറ്റയിലൂടെ വാട്ടർ വേപ്പർ ഫോമിൽ നഷ്ടപ്പെടുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ട്രാൻസ്പിറേഷൻ. What is transpiration? The loss of water molecules in the form of water vapor through the holes present in the leaves called transpiration. Okay. Next is, how are clouds formed? എങ്ങനെയാണ് clouds form ചെയ്യുന്നത്? Can you see this? Clouds formation. The earth's surface is hotter, but as we go up in atmosphere, the temperature gradually decreases. At the upper layer of atmosphere, where the temperature is very low, the vapor gets condensed into tiny water droplets and forms clouds. Okay. എങ്ങനെയാണ് cloud formation നടക്കുന്നത്? The water present on the earth evaporates due to heating by the sun. അതായത് നമ്മുടെ എർത്തിലുള്ള വാട്ടർ സൂര്യൻ്റെ ചൂട് മൂലം വാട്ടർ വേപ്പർ ഇവാപറേറ്റ് ചെയ്ത് വാട്ടർ വേപ്പർ ഫോമിലേക്ക് പോകുന്നു. ഓക്കെ. ദ വാട്ടർ വേപ്പർ ഇൻ ദ എയർ കണ്ടൻസസ് ടു ഫോം ടൈനി ഡ്രോപ്ലെറ്റ്സ് ഓഫ് വാട്ടർ അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ്. അതായത് ഉയരം കൂടുമ്പോഴത്തേന് ഈ വാട്ടർ വേപ്പർ തണുക്കാൻ തുടങ്ങും. വിച്ച് അപ്പിയേഴ്സ് ആസ് ക്ലൗഡ്സ്. ഇതാണ് നമ്മൾ ക്ലൗഡ്സ് ആയിട്ട് കാണുന്നത്. Thus clouds are formed by the condensation of water vapor present in air at a high altitude. Okay. At sufficient height, the air becomes so cool that the water vapor present in it condenses to form clouds. Okay. This is the formation of clouds. Okay. So these are all today's topic. You study well. We will meet in the next class. Thank you.